ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ ജാമ്യം ലഭിച്ച കന്യാസ്ത്രീകൾ ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഡൽഹിയിലാണ് കൂടിക്കാഴ്ച. അവർ കന്യാസ്ത്രീകൾ കൂടിക്കാഴ്ചയ്ക്കായി എത്തുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, കേസ് ഇപ്പോഴും നടക്കുകയാണ്. അവർക്ക് ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറുമായി നടത്തുന്ന കൂടിക്കാഴ്ചയുടെ കാര്യമെന്താണ്? രാജീവ് ചന്ദ്രശേഖറുമായി ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി ജാമ്യത്തിലുള്ള മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയും ചെയ്ത കന്യാസ്ത്രീകൾ ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തുകയാണ്. അർജുൻ, പറഞ്ഞോളൂ. അഭിലാഷ്, അല്പം മുൻപാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഡൽഹിയിലുള്ള വീട്ടിലേക്ക് സിസ്റ്റർ പ്രീതി മേരിയും അതുപോലെ തന്നെ വന്ദന ഫ്രാൻസിസും രണ്ടുപേരും സഹോദരനൊപ്പം എത്തിയത്. ഇപ്പോൾ ആ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ടുണ്ട്. ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം ആദ്യമായാണ് ഡൽഹിയിലേക്ക് ഈ രാജീവ് ചന്ദ്രശേഖരെ കാണാൻ വേണ്ടി രണ്ട് കന്യാസ്ത്രീമാരും എത്തുന്നത്. പ്രധാനമായിട്ടും ഈ കൂടിക്കാഴ്ചയിൽ കേസിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. വൃത്തങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ നിന്നടക്കം വ്യക്തമാക്കിയിട്ടുള്ള അറിയിച്ചിട്ടുള്ള കാര്യം. അതായത് എഫ്ഐആർ റദ്ദാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിയമ പോരാട്ടം മുന്നോട്ട് പോകും. മാത്രമല്ല, ഗുരുതരമായിട്ടുള്ള വകുപ്പുകളുണ്ട്. അതിൽ സഭയ്ക്കടക്കം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം അതുപോലെ തന്നെ ആശങ്കയെല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യം. പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിൽ സഭ തന്നെ നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് എഫ്ഐആർ റദ്ദാക്കണമെന്നുള്ള കാര്യവും അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള മുന്നോട്ടുള്ള നിയമ നടപടികൾ എങ്ങനെ വേണമെന്നുള്ള കാര്യം ഹൈക്കോടതിയെ തന്നെ സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള ഘട്ടത്തിലേക്ക് സഭ പോയിരുന്നു. ഇപ്പോൾ എന്തായാലും കേസിന്റെ തുടർ നടപടികളെ സംബന്ധിച്ച് തന്നെയാണ് അകത്ത് രാജീവ് ചന്ദ്രശേഖറുമായി കേരളത്തിലെ ബി.ജെ.പി. അധ്യക്ഷനുമായി രണ്ട് കന്യാസ്ത്രീമാരും അവരുടെ കുടുംബവും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം കന്യാസ്ത്രീമാർക്കൊപ്പം രാജീവ് ചന്ദ്രശേഖർ ഒരു വാർത്താ സമ്മേളനം കൂടി നടത്തും. മാധ്യമങ്ങളോട് സംസാരിക്കും. എന്തൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്, എന്തായിരുന്നു ഇതിന്റെ പശ്ചാത്തലം, മുന്നോട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് മനുഷ്യക്കടത്തും അതുപോലെ തന്നെ മതപരിവർത്തനവും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആരോപിച്ചിരുന്നതും അതുപോലെ തന്നെ രണ്ടുപേർക്കെതിരെ ചുമത്തി അറസ്റ്റ് ചെയ്തതും. ഇതിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ് കേസിനെ നേരിടുന്നത്, തുടർന്നുള്ള പോരാട്ടങ്ങൾ സഭ അല്ലെങ്കിൽ കത്തോലിക്ക കന്യാസ്ത്രീകൾ ശ്രമിക്കുന്ന ഒരു കാര്യം, വളരെ ഗുരുതരമായ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ ഈ വകുപ്പുകൾ ലഘൂകരിക്കുകയോ കോടതിയിൽ അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിക്കുകയോ ചെയ്താൽ കേസ് എളുപ്പത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ അതിന് ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെ പ്രേരിപ്പിക്കാൻ ഉള്ള നീക്കം നടത്താൻ വേണ്ടിയിട്ടാണോ രാജീവ് ചന്ദ്രശേഖറുമായി അവർ കൂടിക്കാഴ്ച നടത്തുന്നത്? അക്കാര്യങ്ങൾ കൂടി എന്തായാലും ഈ ചർച്ചയിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് സർക്കാരിനോട് നേരിട്ട് ആശയവിനിമയം നടത്തി അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ ഈ കന്യാസ്ത്രീമാർക്ക് അനുകൂലമാക്കി എടുക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടി തേടിയിട്ടാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീമാരുടെ മോചനം സാധ്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ബി.ജെ.പിയിൽ നിന്ന് ആദ്യം അവിടെ എത്തിയ അനൂപ് ആന്റണിയാണ്. അദ്ദേഹവും ഈ കൂടിക്കാഴ്ചയിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനൊപ്പം. പ്രധാനമായിട്ടും ഛത്തീസ്ഗഡ് സർക്കാർ തന്നെ ഈ കാര്യങ്ങളിൽ നടപടികളിൽ ഒരു അയഞ്ഞ തീരുമാനം എടുക്കുകയാണെങ്കിൽ കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ ഈ കേസിൽ എളുപ്പത്തിൽ തന്നെ ഇവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള നടപടിയായിരിക്കും, വിധിയായിരിക്കും കോടതിയിൽ നിന്നടക്കം എഫ്ഐആർ റദ്ദാക്കുന്നതടക്കം ഉണ്ടാവുക. അക്കാര്യത്തിലുള്ള തുടർ നീക്കങ്ങൾ എങ്ങനെ വേണം, പ്രത്യേകിച്ചും ഛത്തീസ്ഗഡ് സർക്കാരിനോടുള്ള ആശയവിനിമയം ഏത് രീതിയിൽ വേണം, പ്രത്യേകിച്ചും അവിടെയുള്ള സംസ്ഥാന സർക്കാരിന് മറ്റൊരു അജണ്ട, അതായത് ഇക്കാര്യത്തിലെല്ലാം തന്നെ അവർ ആദ്യം മുതൽ സമീപിച്ചു ഈ തുടർന്ന് വന്നിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിൽ ഏത് രീതിയിലാണ് ഇടപെടൽ കേരള ബി.ജെ.പിക്ക് നടത്താൻ സാധിക്കുക, എങ്ങനെയാണ് ഈ കന്യാസ്ത്രീമാർ അവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം തെളിയിച്ച് അത് ഛത്തീസ്ഗഡ് സർക്കാരിനെ കൂടെ വിവരങ്ങൾ നൽകുകയായിരുന്നു.